ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി വിഷു. എല്ലാവർക്കും കാറ്റത്തെ കിടക്കൊണ്ട് നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നിധിയുടെ അരികിലേക്ക് വന്ന രാജീവ് പറയുന്നു, നീ അവനെ ഇങ്ങനെ വിശ്വസിക്കുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ ഞാനായിരിക്കുമോ അവനെ തെറ്റിദ്ധരിച്ചതെന്ന് കരുതി. ഒരു 10% അവൻ അത് ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റി ഞാൻ മനസ്സിൽ കണ്ടു. ആ വിശ്വാസം തെറ്റാണെന്ന് അവൻ തെളിയിച്ചു. നന്നായി സംസാരിച്ചഭിനയിച്ച് ഞങ്ങളോട് പോലും ഇങ്ങനെ ചതി ചെയ്യാമെങ്കിൽ അവൻ നിന്നോട് എന്തൊക്കെ ചെയ്യും? വേണ്ട മോനെ, അവൻ നിന്റെ ജീവിതത്തിൽ വേണ്ട. അവൻ കാരണം എനിക്ക് പല ലക്ഷങ്ങൾ നഷ്ടമായി. ഞാൻ പണം വേണമെങ്കിൽ വീണ്ടും സമ്പാദിക്കും. പക്ഷെ അതിനുവേണ്ടി നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല മോളെ. അവന്റെ കൂടെ ജീവിച്ച ജീവിതം മറന്നേക്കും മോളെ. ഇങ്ങനെയൊരു മോശപ്പെട്ട വീട്ടില് നീ ഇത്രയും നാള് ജീവിച്ചതോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇനി ആ വീട്ടിലേക്ക് പോകണമെന്ന് സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കണ്ട. ഭാഗ്യം കൊണ്ടാ നിന്നെ അന്വേഷിച്ച് ഞാൻ അവിടേക്ക് വന്നത്. ഇല്ലെങ്കിൽ അവൻ നിന്നെ വെച്ച് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നറിയില്ല. നിന്റെ നല്ല സമയം ആയതുകൊണ്ടാ അവന്റെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെട്ടത്. വേണ്ട, അങ്ങനെ ഒരു ജീവിതം നിനക്ക് വേണ്ട. ലീഗലി നിനക്ക് ഡിവോഴ്സ് വാങ്ങി തരുന്ന കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇവിടെ താമസിച്ചോണ്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ജോലിക്ക് പോകണോ? ഇല്ലെങ്കിൽ അച്ഛന്റെ ഒപ്പം ബിസിനസ് ചെയ്യണോ? ചെയ്യാം. അതെല്ലാം നിന്റെ ഇഷ്ടമാ. പക്ഷെ എന്ത് ചെയ്യുകയാണെങ്കിലും ഇവിടെ താമസിച്ചോണ്ട് വേണം ചെയ്യാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ രാജീവ് അകത്തേക്ക് പോകുമ്പോൾ അരികിലേക്ക് വന്ന അരുൺ പറയുന്നു, നിധി, ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ നീ തന്നെ ഒരു ജീവിതം തിരഞ്ഞെടുത്തതാ. അത് നമ്മളെ എവിടെ എത്തിച്ചെന്ന് കണ്ടോ? ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ നിധി. അച്ഛൻ എന്ത് ചെയ്താലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയേ ചെയ്യൂ. ഇനി അവനെ വിശ്വസിക്കരുത്. സാന്ദ്രെ പറഞ്ഞു മനസ്സിലാക്ക്. നോക്കിക്കോണേ അമ്മേ. അങ്ങനെ അരുൺ അകത്തേക്ക് പോകുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച് സാന്ദ്ര പറയുന്നു, നിധി, അച്ഛൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയൂ. അവൾ ഹേമ പറയുകയാണ്, ഇത്രയും പേര് പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലേടി? ഇപ്പോഴും നീ അവനെ വിശ്വസിക്കുകയാണോ? അങ്ങനെ അവർ നിധിയുടെ മനസ്സ് മാറ്റിയെടുക്കാനായി ശ്രമിക്കുകയാണ്. തുടർന്ന് സുഭാഷും നികേഷും ഹരീഷും ബൈക്കിൽ തക്കലയിലേക്ക് വരികയാണ്. ബൈക്കിൽ നിന്ന് ഇറങ്ങിയ സുഭാഷ് ചോദിക്കുന്നു, തക്കല എത്തി, ഇനി നമ്മൾ എന്താ ചെയ്യുക? നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, സുധീഷ് ചേട്ടൻ എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ എവിടെ പോയി അന്വേഷിക്കുക? അപ്പൊ ഹരീഷ് പറയുകയാണ്, നമുക്ക് ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയാലോ? അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, നിധിയുടെ വീട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? സുധീഷ് കള്ളനാണെന്ന് പറഞ്ഞ് അവനെ പറ്റി അനാവശ്യം പറയുകയാണ്. ഇപ്പൊ നമ്മൾ അവിടേക്ക് ചെന്നാൽ അത് ശരിയാകില്ല. ഇത്രയും ദൂരം വന്ന് നമ്മൾ സുധീഷിനെ അന്വേഷിക്കാതെ അവിടെ പോയി ടൈം വേസ്റ്റ് ചെയ്യണ്ട. അപ്പൊ ഹരീഷ് പറയുകയാണ്, അയാളാ ഇതിനെല്ലാം കാരണക്കാരൻ. അയാൾ തന്നെയാണ് സുധീഷ് ചേട്ടനെ തട്ടിക്കൊണ്ടുപോയത്. അയാൾക്കിട്ട് 4 എണ്ണം കൊടുത്താൽ സത്യം പുറത്തു വരും. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നും തെളിവുകളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഹരീഷേ. ഇത് സുധീഷിന്റെ ജീവിതത്തിന്റെ കാര്യമാണ്. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, സമയം പോകുന്തോറും സുധീഷ് ചേട്ടൻ എന്തെങ്കിലും പറ്റുമെന്നുള്ള ഭയമാ. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ഉടനെ തീരുമാനിക്കണം. നമുക്ക് ഏട്ടത്തെ വിളിച്ച് സുധീഷ് ചേട്ടൻ ഏത് വഴിക്കാ പോയെന്ന് ചോദിക്കാം. ആ വഴിയിലെല്ലാം ചെന്ന് നോക്കാം. എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കാം. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ഇവൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്താ പറയുന്നത് ഹരീഷേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, അതെ സുഭാഷ് ഏട്ടാ, അവൻ പറയുന്നത് ശരിയാ. ആ വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് സുഭാഷ് പറയുന്നു, എടാ ഫോൺ എടുക്കടാ, നിധിയായിരിക്കും. സുധീഷ് വന്നിട്ടാണോ എന്താ ഏതാന്ന് ചോദിക്ക്. ആരാടാ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇത് ഏട്ടത്തിയല്ല സുഭാഷ് ഏട്ടാ, വേറൊരാളാ. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. അങ്ങനെ ഹരീഷ് അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നികേഷ് നീ പേടിക്കണ്ട, സുധീഷിനൊന്നും പറ്റില്ല. ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് ചോദിക്കുന്നു, നിനക്ക് എന്താടി വേണ്ടത്? അപ്പൊ നീതു പറയുകയാണ്, സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വിളിക്കുന്നത്. ഫോൺ വിളിച്ച് എന്ത് വേണമെന്ന് ചോദിക്കാൻ നിനക്ക് സമയമുണ്ടല്ലോ, പിന്നെ സംസാരിക്കാൻ എന്താ പ്രശ്നം? അപ്പൊ ഹരീഷ് പറയുകയാണ്, എടി സമയം രാത്രി 1 മണിയായി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അപ്പൊ നീതു പറയുകയാണ്, ഫോൺ എടുത്ത് നീ നന്നായി സംസാരിച്ചാലല്ലേ എനിക്ക് ഉറക്കം വരും. നീ ദേഷ്യപ്പെട്ടിട്ട് വെക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉറക്കം വരുന്നത്? ഹരീഷ് ചോദിക്കുന്നു, നിനക്ക് എത്ര നാളായിട്ട് എന്നെ അറിയാം? ദിവസം എന്നോട് സംസാരിക്കുന്നത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. അപ്പൊ നീതു ചോദിക്കുകയാണ്, എന്തിനാ നീ ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? നിന്നോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചല്ലേ ഞാൻ നിന്നെ വിളിക്കുന്നത്. അപ്പൊ നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഞാൻ നിന്നെ രാവിലെ വിളിക്കാന്ന് പറഞ്ഞതല്ലേ. മനുഷ്യനിവിടെ 100 കൂട്ടം ടെൻഷനില്ല. അതിന്റെ ഇടയിൽ അവളുടെ ഒരു കോള്. നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇത് കേട്ട് നീതു ചോദിക്കാണ്, അത്രയ്ക്ക് വലിയ ടെൻഷൻ എന്താ? അപ്പൊ ഹരീഷ് പറയുന്നു, അതെല്ലാം നിന്നോട് പറയാൻ പറ്റില്ല. ഫോൺ വെച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ ഹരീഷ് ഫോൺ കട്ട് ചെയ്യാനായി തിരുങ്ങുമ്പോൾ കരഞ്ഞോണ്ട് നീതു പറയുന്നു, ഇപ്പൊ നീ ഫോൺ വെച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കും. എന്താടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. എന്താടി നിനക്ക് വേണ്ടത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അപ്പൊ നീതു പറയുകയാണ്, ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിനക്ക് ടോർച്ചറായിട്ട് തോന്നുന്നുണ്ടല്ലേ? അന്ന് ഒരു ദിവസം രാത്രി നീ എന്നോട് 3 മണി വരെ സംസാരിച്ചു. എനിക്ക് ഉറക്കം വരുന്നെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനിയും കുറച്ച് സമയം കൂടി സംസാരിക്കണമെന്ന് നീയല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചില്ലേ? നിനക്ക് മാത്രം എന്താടാ പെട്ടെന്ന് എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാതായത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ നല്ല ടെൻഷനിലാണെന്ന്. നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തത്? അപ്പൊ നീതു പറയുകയാണ്, ഇല്ല, നീ പറയുന്നത് കള്ളവാ. നീ വീട്ടിലില്ല, നീ വേറെ എവിടെയോ. ഞാൻ നിന്നെ കുറിച്ച് വിചാരിച്ചതുപോലെയൊന്നുമല്ല. നീ ആരുടെ കൂടെയോ നാട് ചുറ്റുവാ. സത്യം പറ, നീ ആരുടെ കൂടെ ഈ ചുറ്റിക്കറങ്ങുന്നത്? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ആ ഫോൺ വലിച്ചെറിയുകയാണ് ഹരീഷ്. ഇത് കണ്ട് ടെൻഷനോടുകൂടി ഹരീഷ് എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി ചെല്ലുകയാണ് സുഭാഷും നികേഷും. ഹലോ എന്ന് പറഞ്ഞ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നീതു. നികേഷ് ഓടി വന്ന ഫോൺ എടുക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ഹരീഷേ എന്താടാ, എന്തിനാ നീ ഫോൺ വലിച്ചെറിഞ്ഞത്? അപ്പൊ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഫോൺ ഓഫ് ആയി പോയി. ആരുടെ ഫോണിലെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതൊരു കസ്റ്റമർ ആയിരുന്നു സുഭാഷ് ഏട്ടാ. എന്റെ അവസ്ഥ
അറിയാതെ ചുമ്മാതെ കോള് ചെയ്ത് ടോർച്ചർ ചെയ്യുകയായിരുന്നു. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുകയാണ്, അതിനെന്തിനാണ് ഫോണൊക്കെ നീ വലിച്ചെറിഞ്ഞ് ദേഷ്യപ്പെടുന്നത്? അപ്പോൾ ഹരീഷ് പറയുകയാണ്, അത് വിട് സുഭാഷേട്ടാ, വാ നമുക്ക് പോകാം. ഫോൺ എന്താ നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, അത് പിന്നെ നോക്കാം, നീ വാ. ഇന്ന ഹരീഷേട്ടാ ഫോൺ ഓൺ ആകുന്നില്ല എന്ന് പറഞ്ഞ് നികേഷ് ഫോൺ ഹരീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശേഷം അവർ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് തളർന്നിരിക്കുന്ന സുധീഷ് പറയുന്നു, എടാ കുടിക്കാൻ കുറച്ച് വെള്ളം താടാ, വിശക്കുന്നടാ. ഇത് കേട്ട് ഗുണ്ടകളിൽ ഒരാൾ പറയുന്നു, ഇവനിപ്പം വിശന്ന് മരിക്കുമല്ലോ, നമുക്ക് പോയി ഇവനുള്ള ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് വരാം. ശരി വാന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, എടാ കുറച്ച് വെള്ളം താടാ. അവർ സുധീഷിനെ ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ തളർന്നിരിക്കുകയാണ് സുധീഷ്. ടവലെടുത്ത് മുഖം തുടയ്ക്കുന്ന ആ ഗുണ്ടകളിൽ ഒരാളുടെ പോക്കറ്റിൽ നിന്നും ഫോൺ താഴേക്ക് വീഴുന്നു. അവർ അവിടെ നിന്ന് പോയതിനു ശേഷം ഫോൺ കാണുന്ന സുധീഷ് പതിയെ കസേര നീക്കി ആ ഫോണിന്റെ അരികിലേക്ക് വരികയാണ്. കാലുകൊണ്ട് ആ ഫോൺ എടുക്കാനായി ശ്രമിക്കുന്ന സുധീഷ് മനസ്സിൽ പറയുന്നു, ഈ ഫോണിൽ ലോക്ക് ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട ഭഗവാനെ, ഇവൻ ലോക്ക് ഇട്ടിട്ടുണ്ടായിരിക്കരുതേ. അവൻ ലോക്ക് ചെയ്തിട്ടില്ല ഭഗവാനെ, നീ ഉണ്ട്. ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കാം. അങ്ങനെ കാൽ വിരലുകൊണ്ട് ഹരീഷിന്റെ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കുകയാണ് സുധീഷ്. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. ടെൻഷനോടുകൂടി സുധീഷ് പറയുകയാണ്, സ്വിച്ച് ഓഫോ? എന്തിനാണ് ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇനി ആരെയാ കോണ്ടാക്ട് ചെയ്യുക? എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ, ഭഗവാനെ രക്ഷിക്കണേ. വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി ടെൻഷനോടുകൂടി ചുറ്റും നോക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും. നികേഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ എന്താ ഇവിടെയെങ്കിലും ആരെയും കാണാത്തത്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, എടാ രാത്രി ഒരുപാടായില്ലേ, ഈ സ്ഥലത്ത് ആളുകൾ കുറവാ താമസിക്കുന്നത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, എല്ലാവരും ഈ സമയത്ത് നല്ല ഉറക്കത്തിലായിരിക്കും, ആരെങ്കിലും കണ്ട് ചോദിച്ചാലും അറിയത്തില്ലെന്നേ പറയുകയുള്ളൂ. അയാൾ പ്ലാൻ ചെയ്ത് സുധീഷേട്ടനെ തട്ടിക്കൊണ്ടുപോയതാ. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുന്നു, സുഭാഷേട്ടന്റെ ഫോണിലേക്ക് വിളിച്ചാലോ? സുഭാഷേട്ടന്റെ നമ്പർ ഓർമ്മ വരുന്നില്ലല്ലോ, സുഭാഷേട്ടന്റെ നമ്പർ. അങ്ങനെ ആലോചിച്ച് സുഭാഷിന്റെ നമ്പർ ഡയൽ ചെയ്യുകയാണ് സുധീഷ്. തുടർന്ന് ഹരീഷ് പറയുന്നു, സുഭാഷേട്ടാ ഇത് ശരിയാകില്ല, ഇങ്ങനെ രാത്രി മുഴുവൻ തിരഞ്ഞു നടന്നാലും നമുക്ക് ഒരു ക്ലൂ പോലും കിട്ടില്ല. അയാളുടെ വീട്ടിലേക്ക് ചെന്ന് അയാൾക്കിട്ട് 4 എണ്ണം കൊടുത്തിട്ട് സത്യം പറയിപ്പിക്കാം. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, സുഭാഷേട്ടാ ഹരീഷേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകാം. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. സമാധാനത്തോടുകൂടി സുധീഷ് പറയുന്നു, ഫോൺ റിംഗ് അടിക്കുന്നുണ്ട്. കോള് കണ്ട് സുഭാഷ് കട്ട് ചെയ്യുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, ആരാ സുഭാഷേട്ടാ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഏതോ അറിയാത്ത നമ്പറാടാ, ഞാൻ സുധീഷ് ആണെന്ന് കരുതിയാ നോക്കിയത്. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷേട്ടാ എടുത്ത് സംസാരിക്ക്, അറിയാത്ത നമ്പറാ, എന്തിനാ വെറുതെ എന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, എന്താ എല്ലാവർക്കും അർദ്ധരാത്രിയിൽ ഫോൺ വരുന്നത്? ടെൻഷനോടുകൂടി സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ ഫോൺ എടുക്ക്, എന്തിനാ കട്ട് ചെയ്തത്? അങ്ങനെ സുധീഷ് വീണ്ടും സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് സുഭാഷ് എടുത്ത് നോക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ആരാ സുഭാഷേട്ടാ? അവൾ സുഭാഷ് പറയുകയാണ്, വീണ്ടും അതേ നമ്പറിൽ നിന്നാടാ. അപ്പൊ നികേഷ് പറയുന്നു, സുഭാഷേട്ടാ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും, എടുത്ത് സംസാരിക്ക്. അപ്പോൾ സുഭാഷ് പറയുകയാണ്, ഇന്ന് സൈറ്റിലെ ഒരു ജോലിക്കാരൻ കള്ളു കുടിച്ചിട്ട് വന്നതിന് ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടായിരുന്നു. അവനാ വേറെ വേറെ നമ്പറിൽ നിന്നും എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നത്, ജോലി വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ശല്യമായിരിക്കുക. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ഒരുപക്ഷെ ഇത് അയാളല്ലെങ്കിലോ? അറ്റൻഡ് ചെയ്ത് സംസാരിക്കും സുഭാഷേട്ടാ. ഇത് കേട്ട് സുഭാഷ് ഫോൺ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് പറയുമ്പോൾ അപ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ ഇത് ഞാനാ സുധീഷ്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, എടാ നീ ഇതെവിടാ? നിന്നെ കാണാതെ ഞങ്ങൾ എല്ലാവരും ഇവിടെ പേടിച്ചിരിക്കുക. എവിടാ നീ? നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ ഇവിടെയുള്ള ഏതോ ഒരുത്തന്റെ ഫോണിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത്, സ്പീക്കറിൽ ഇട്ടിരിക്കുക. സുഭാഷേട്ടന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വരും. സുഭാഷിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് ഹരീഷ് പറയുന്നു, സുഭാഷേട്ടാ ഫോൺ സ്പീക്കറിലിട്. സുധീഷേട്ടാ എവിടാ? ഞങ്ങൾ തക്കലയിലുണ്ട്. സുധീഷേട്ടൻ പേടിക്കണ്ട, സുധീഷേട്ടൻ എവിടാണെന്ന് പറ, ഞങ്ങൾ ഉടനെ എത്താം. ചുറ്റും നോക്കി സുധീഷ് പറയുന്നു, നീ എന്തിനാടാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പതിയെ സംസാരിക്കടാ, പോയവരിപ്പം തിരിച്ചു വരും. അപ്പൊ ഹരീഷ് പറയുകയാണ്, ശരി സുധീഷേട്ടൻ ഇപ്പൊ എവിടാ? ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ സുധീഷ് പറയുകയാണ്, എവിടെയാണെന്നൊന്നും എനിക്ക് അറിയില്ലടാ, ഇന്ന് ഞാൻ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് റൗഡികൾ ചേർന്നെന്നെ തട്ടിക്കൊണ്ടു വന്നതാ. ഇത് കിട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് നികേഷും സുഭാഷും ഹരീഷും. തട്ടിക്കൊണ്ടുപോയോന്ന് ഹരീഷ് ചോദിക്കും. സുധീഷ് പറയുകയാണ്, കാറിൽ വെച്ചിരുന്ന നിധിയുടെ അച്ഛൻ തന്നുവിട്ട പണവും സ്വർണവും എല്ലാം അവര് മോഷ്ടിച്ചോണ്ട് പോയി. ഇത് സ്ഥലം ഏതാന്നറിയില്ല, ഇതൊരു ഫാക്ടറി പോലെയുണ്ട്, ഇവിടെ അവരെന്നെ കെട്ടിയിട്ടിരിക്കുക. അവര് പുറത്തു പോയ സമയം നോക്കി ഓരോരുത്തന്റെ ഫോൺ എടുത്താ ഞാൻ സംസാരിക്കുന്നത്. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, ശരി സുധീഷ് ഏട്ടന് ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയക്കാൻ പറ്റുമോ? അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ എന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുക, ഞാൻ ഈ ഫോൺ കാലുകൊണ്ട് ഓൺ ചെയ്താ നിങ്ങളെ വിളിക്കുന്നത്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ദേഷ്യപ്പെടാതെ, എവിടെ വെച്ചാ അവര് സുധീഷ് ഏട്ടനെ തട്ടിക്കൊണ്ടുപോയത്? സ്ഥലം എവിടെയാണെന്ന് അറിയുമോ? അപ്പൊ സുധീഷ് പറയുകയാണ്, തക്കലയിൽ വെച്ച് തന്നെയാടാ. അങ്ങനെ സുധീഷ് ആ സ്ഥലത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, ഹരീഷ് എങ്ങനെയെങ്കിലും വരണേടാ, നിങ്ങൾ വരാതെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ ഞങ്ങൾ വരാം, പേടിക്കണ്ട, ഞങ്ങൾ ഉടനെ എത്തും. ഈ സമയം ഗുണ്ടകൾ അവിടേക്ക് വരികയാണ്. പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു, കോള് കട്ടായല്ലോ. അപ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ, വാ നമുക്ക് പോകാം. അപ്പൊ സുഭാഷ് പറയുകയാണ്, അവനെ തട്ടിക്കൊണ്ടുപോയതാണെന്നൊക്കെ പറയുന്നു, എനിക്ക് പേടിയാകുന്നു, വാ എത്രയും പെട്ടെന്ന് നമുക്ക് എവിടെ എത്തണം. അങ്ങനെ അവർ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. അകത്തേക്ക് കയറി വരുന്ന ഗുണ്ടകളെ കണ്ട് ഭയന്ന് ഫോൺ തട്ടിക്കളയുകയാണ് സുധീഷ്. അരികിലേക്ക് ഓടി വന്ന ഗുണ്ടകൾ ചോദിക്കുന്നു, നീ എന്താടാ തട്ടിക്കളഞ്ഞത്? നിന്നെ അവിടെയല്ലേ ഇരുത്തിയത്, നീ എങ്ങനെ ഇവിടെ എത്തിയത്? നോക്കടാ ഇവൻ എന്താ അങ്ങോട്ട് തട്ടിക്കളഞ്ഞതെന്ന്. ഒരാൾ പറയുന്നു, ഫോണാ. അപ്പോൾ കൂടെയുള്ള ഒരാൾ പറയുകയാണ്, ഇത് എന്റെ ഫോണാ. ഇത് കേട്ട് അയാൾ ചോദിക്കുന്നു, നിന്റെ
ഫോൺ എങ്ങനെയാടാ ഇവന്റെ കൈ വന്നത്? ഫോൺ സൂക്ഷിക്കണ്ടേടാ. അപ്പോൾ അയാൾ പറയുകയാണ്, നമ്മൾ പുറത്തേക്ക് പോയപ്പോൾ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചായിരുന്നു. ആ സമയം ഫോൺ താഴേക്ക് വീണതാണെന്ന് തോന്നുന്നു. ഇത് കേട്ട് അയാൾ ചോദിക്കുന്നു, ഫോൺ താഴെ വീണത് പോലും നീ അറിഞ്ഞില്ലേ? ഇവൻ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നോക്കടാ, ഇവൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോന്ന്? അയാൾ പറയുന്നു, വിളിച്ചിട്ടുണ്ട്. ദേ 2-3 നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ടെൻഷനോട് കൂടി അയാൾ പറയുന്നു, 2-3 നമ്പറിലേക്കോ? ഫോൺ ഇതാ, പറയടാ, നീ ആരെയാടാ വിളിച്ചത്? പറയടാ എന്ന് പറഞ്ഞ അവർ സുധീഷിനെ തല്ലുകയാണ്. ഇത് ആരുടെ നമ്പറാടാ? സത്യം പറയടാ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അയാൾ സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോള് കണ്ട് സുഭാഷ് പറയുന്നു, സുധീഷാടാ വിളിക്കുന്നത്. ഹരീഷ് മിണ്ടരുതെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. സുഭാഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫോൺ വാങ്ങിച്ച് സ്പീക്കറിൽ ഇടുകയാണ് ഹരീഷ്. ആ ഗുണ്ട ഹലോ എന്ന് പറയുമ്പോൾ സുഭാഷ് പതിയെ പറയുന്നു, സുധീഷ് അല്ലടാ. അയാൾ ചോദിക്കുകയാണ്, ആരാടാ നീ? പറയടാ. കോള് കട്ട് ചെയ്ത് ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ പിടിക്കപ്പെട്ടു എന്നാ തോന്നുന്നത്. നികേഷ് ചോദിക്കുന്നു, എന്താ ഹരീഷ് ഏട്ടാ പറയുന്നത്? എനിക്ക് പേടിയാവുന്നു. അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഒന്നുമില്ലടാ, നമുക്ക് സുധീഷ് ഏട്ടനെ കണ്ടെത്താം. സുഭാഷ് ഏട്ടാ വണ്ടി എടുക്ക്. അങ്ങനെ അവർ ബൈക്കിൽ കയറി പോവുകയാണ്. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ആ ഗുണ്ട പുറത്തേക്ക് പോയി നിന്ന് അരുണിനെ വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് അരുൺ ചോദിക്കുന്നു, എന്താണ് ഈ സമയത്ത് വിളിക്കുന്നത്? അവൻ ജീവനോടെ തന്നെ ഇല്ലേ? അതോ ഞാൻ അടിച്ച അടിയിൽ അവൻ ചത്തോ? അയാൾ പറയുന്നു, അതല്ല സാർ, ഞങ്ങൾ പുറത്തു പോയ സമയം നോക്കി അവൻ ആരെയോ വിളിച്ചു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അരുൺ ചോദിക്കുന്നു, ആര്? സുധീഷോ? എങ്ങനെയാണ് അവൻ വിളിച്ചത്? കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നോ? സാർ അതെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അയാൾ അരുണിനോട് പറയുകയാണ്. എല്ലാം കേട്ട് അരുൺ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ അയാൾ പറയുന്നു, സർ, ഞാൻ ആ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു. എന്റെ ശബ്ദം കേട്ട ഉടൻ അവർ കോള് കട്ട് ചെയ്തു. ഇത് കേട്ട് അരുൺ പറയുകയാണ്, വിവരം കേട്ടവന്മാരെ, അവൻ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ നീയൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ അയാൾ പറയുകയാണ്, അതിൽ സർ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയതാ. ആ ഗ്യാപ്പിലാ അവൻ ഫോൺ എടുത്ത് വിളിച്ചത്. ഇത് കേട്ട് അരുൺ ചോദിക്കുകയാണ്, ഇത് പറയാൻ നിനക്ക് നാണോ ഇല്ലടാ? കെട്ടിയിട്ടിരിക്കുന്ന ഒരുത്തൻ നമ്പർ ഡയൽ ചെയ്ത് കോള് ചെയ്തിരിക്കുന്നു. ഇങ്ങനാണോടാ ഒരു കാര്യം ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നത്? അയാൾ പറയുന്നു, സർ ക്ഷമിക്കണം. അരുൺ ചോദിക്കുകയാണ്, ക്ഷമിക്കണമെന്നോ? മണ്ണാങ്കട്ട. അങ്ങനെ ഒന്ന് ആലോചിച്ച് അരുൺ പറയുന്നു, ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ ആ സ്ഥലം മാറ്റ്. അവനെ ഞാൻ പറയുന്നിടത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് അരുൺ. തുടർന്ന് അരുൺ പറയുന്നു, അവനെ അവിടെ പൂട്ടിയിട്ടാ മതി, ഞാൻ രാവിലെ വന്ന് കണ്ടോളാം. ശരി സാർ എന്ന് പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഗുണ്ടകൾ സുധീഷിന്റെ കെട്ടടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണ്. എന്നെ വിടടാന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് സുധീഷ്. അവർ സുധീഷിന്റെ വാവുത്തി പിടിച്ചു വലിച്ച് ബലമായി വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ശേഷം വണ്ടി മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, സുഭാഷ് ചേട്ടനും ഹരീഷും ഒക്കെ ഇപ്പൊ എത്തുമല്ലോ, ഇവരെന്നെ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു. ഗുണ്ടകൾ ഒരാൾ പറയുന്നു, പെട്ടെന്ന് പോടാ, എത്രയും വേഗം ഇവനെ ഇവിടുന്ന് മാറ്റണം. ഈ സമയം സുധീഷ് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും എല്ലാം. തുടർന്ന് ഉറക്കമില്ലാതെ ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് നീതു. നീതു ഓർക്കുന്നു ഹരീഷിന്റെ വാക്കുകൾ. എത്ര നാളായിട്ട് നിനക്കെന്നെ അറിയാം? ദിവസവും എന്നോട് സംസാരിക്കുന്നത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. തുടർന്ന് ദേഷ്യത്തോടുകൂടി ഹരീഷിന്റെ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുകയാണ് നീതു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് നീ കോള് കട്ട് ചെയ്തല്ലേ? അത്രയ്ക്ക് നിനക്ക് വേണ്ടാത്തവളായി ഞാനല്ലേ? ഇത്രയും നാളും എന്നെ പ്രേമിക്കുന്നതായി അഭിനയിച്ച് ചതിക്കുകയല്ലായിരുന്നു നീ? ഇതിലും ഭേദം നീ എന്നോട് സംസാരിക്കണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ കോള് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു. നിന്നെ ഇങ്ങനെ വിളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഭ്രാന്തിയാണെന്ന് നീ വിചാരിച്ചോ? നീ വേറെ എവിടെയാണ് ആരുടെ കൂടെയോ ചുറ്റിക്കറങ്ങുക. ഞാൻ ഫോൺ വിളിക്കുന്നത് നിനക്ക് ഡിസ്റ്റർബൻസ് ആയി, അതുകൊണ്ടാണ് നീ കട്ട് ചെയ്തത്. അങ്ങനെ നീതു ദേഷ്യത്തോടു കൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ശേഷം വീണ്ടും വോയിസ് മെസ്സേജ് അയക്കുകയാണ്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ, അപ്പോഴത്തേക്കും നിനക്ക് മതിയായല്ലേ? നീ ഇത്രയ്ക്ക് മോശപ്പെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അങ്ങനെ നീതു വീണ്ടും വീണ്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയമെല്ലാം ടെൻഷനോടുകൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നിധി ഓർക്കുന്നു രാജീവിന്റെ വാക്കുകൾ. ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. വേണ്ട, ആ ജീവിതം നിനക്ക് വേണ്ട. തുടർന്ന് സുധീഷ് ബഹളം വെക്കുമ്പോൾ അവർ ബലമായി സുധീഷിന്റെ കൈ കെട്ടിയിടുകയാണ്. നിങ്ങൾ എന്നെ എവിടെയാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച് സുധീഷ് ഉറക്കെ ബഹളം വെക്കുമ്പോൾ അവർ ദേഷ്യത്തോടു കൂടി സുധീഷിനോട് സംസാരിക്കുകയാണ്. സുധീഷിനെ വണ്ടിയിൽ ഗുണ്ടകൾ കൊണ്ടുപോകുന്ന അതേ വഴിയാണ് ബൈക്കിൽ സുഭാഷും ഹരീഷും നികേഷും വരുന്നത്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്